വീട്ടിൽ നെഗറ്റീവ് എനർജി ഒഴിവാക്കാം. ഷൂ റാക്ക് സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളുണ്ട്. അത് ഞാനിന്ന് പറഞ്ഞു തരുന്നതാണ്. വീട് എങ്ങനെ നിർമ്മിക്കണം എന്നത് മാത്രമല്ല, അകത്തളങ്ങളിലെ ഓരോ കോണും എങ്ങനെ ഒരുക്കണമെന്നൊരു വാസ്തുശാസ്ത്രവും നിർദ്ദേശിക്കുന്നുണ്ട്. വീട്ടിലെ ഓരോ ഭാഗത്തും ഉൾപ്പെടുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ വസ്തുക്കളുമുണ്ട്. അകത്തളം ഒരുക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി പിന്തുടരുന്നത് വീട്ടിൽ ശാന്തതയും സന്തോഷവും നിറയ്ക്കാൻ സഹായിക്കും. പുതിയ കാല വാസ്തുശാസ്ത്ര പ്രകാരം ഷൂ റാക്ക് എവിടെ സ്ഥാപിക്കണം എന്നതിനും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. വീടിനുള്ളിലേക്ക് കടന്നെത്തുന്ന പോസിറ്റീവ് ഊർജത്തിനെ സ്വാധീനിക്കാൻ ഷൂ റാക്കുകൾക്ക് സാധിക്കും. നമ്മൾ ചെന്നെത്തുന്ന ഇടങ്ങളിലെ ഊർജം വീട്ടിലേക്ക് എത്തിക്കുന്നതാണ് സന്തത സഹചാരിയായ ചെരുപ്പുകൾ ചെയ്യുന്നത്. അതിനാൽ സൗകര്യം മാത്രം കണക്കിലെടുക്കാതെ കൃത്യമായ സ്ഥാനം നിർണയിച്ച് അവ വയ്ക്കുന്നതിനുള്ള ഇടം ഒരുക്കി കൊടുക്കുക. വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ പടിഞ്ഞാറു ഭാഗത്തോ വടക്കു പടിഞ്ഞാറു ഭാഗത്തോ വേണം ചെരുപ്പുകൾക്കുള്ള സ്ഥാനം കൊടുക്കുവാനായിട്ട്. പ്രതികൂല ഊർജ്ജത്തെ തടഞ്ഞു നിർത്തുന്നതിനും അതുവഴി വീടിനുള്ളിൽ സന്തുലിതാവസ്ഥ നിറയ്ക്കുന്നതിനും ഈ ദിക്കുകൾ പ്രധാനമാണ്. ചെരുപ്പുകളിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി അത്രയും വീടിനുള്ളിലേക്ക് പ്രവേശിക്കാതെ ഈ ഇടങ്ങളിലേക്ക് ആഗീകരണം ചെയ്യപ്പെടുന്നുവെന്നാണ് വിശ്വാസം. നേരെ പടിഞ്ഞാറു ഭാഗത്തോ വടക്കു പടിഞ്ഞാറു ഭാഗത്തോ ഷൂ റാക്കുകൾ വയ്ക്കാനുള്ള സംവിധാനം ഒരുക്കാൻ തീരെ സാധ്യമല്ല എങ്കിൽ മാത്രം തെക്ക് പടിഞ്ഞാറ് ദിശയും തിരഞ്ഞെടുക്കാം. ഒഴിവാക്കേണ്ട ദിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. വടക്ക് കിഴക്കും വീട്ടിലേക്ക് കടന്നെത്തുന്ന പോസിറ്റീവ് എനർജിയുടെ ഒഴുക്കിനെ ഇത് തടസ്സപ്പെടുത്തും. വടക്ക് കിഴക്കേ മൂല വാസ്തുശാസ്ത്രത്തിൽ ഏറ്റവും പവിത്രമായി കണക്കാക്കപ്പെടുന്ന ദിശയാണ് വടക്ക് കിഴക്കും ചേർന്ന് വരുന്ന ഭാഗം. ഈ ദിക്ക് പ്രാർത്ഥനകൾക്കും ആത്മീയ കാര്യങ്ങൾക്കും വേണ്ടി മാത്രമായി നീക്കിവെക്കണം. പൂജാമുറി ഇവിടെ ഒരുക്കുന്നത് വളരെ നല്ലതായിരിക്കും. വാസ്തുശാസ്ത്രം ചെരുപ്പുകൾ വയ്ക്കുന്നതിന് കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നുണ്ടെങ്കിലും സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ആകൃതിയും ദർശനവും നോക്കിയിട്ട് വേണം നമുക്കിത് പരിഗണനയിൽ എടുക്കേണ്ടത്. വടക്ക് കിഴക്കേ ഭാഗത്താണ് പ്രധാന വാതിൽ എങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഷൂ റാക്ക് വയ്ക്കുന്നത് പ്രായോഗികമാവുകയില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രവേശന കവാടത്തിന് സമീപം വടക്ക് പടിഞ്ഞാറ് ദിശയിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. വടക്ക് കിഴക്കേ ദിശയിൽ പൂജാമുറി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് ഷൂ റാക്ക് വയ്ക്കുന്നത് ഉചിതമല്ല. പൂജാമുറി ഉണ്ടെങ്കിൽ കൃത്യമായ അകലം പാലിച്ചു മാത്രം ഷൂ റാക്ക് സ്ഥാപിക്കുക. പ്രവേശന കവാടത്തിന് സമീപം കിഴക്കു ഭാഗത്തായി ഷോ കേസോ അലങ്കാര വസ്തുക്കൾ വയ്ക്കുവാനുള്ള ഇടമോ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി ഷൂ റാക്ക് സ്ഥാപിക്കാം. കാൽമുട്ടിന് താഴെ മാത്രമായിരിക്കണം ഷൂ റാക്കുകളുടെ ഉയരം. ഊർജ സന്തുലനം നിലനിർത്താൻ ഈ ഉയരമാണ് ഏറ്റവും ഉചിതം. കഴിവതും അടച്ചിടാവുന്ന ഷൂ റാക്കുകൾ തിരഞ്ഞെടുക്കുക. പ്രതികൂല ഊർജം പുറത്തു പ്രവഹിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. ഷൂ റാക്കുകൾ അലങ്കോലമായി കിടക്കാതെ വൃത്തിയായി സൂക്ഷിക്കുക. ഷൂ റാക്കുകൾ ഒരു കാരണവശാലും കിടപ്പുമുറിയിൽ സ്ഥാപിക്കരുത്. ഇത് നെഗറ്റീവ് എനർജി നിറയാനിടയാകും.